ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് സ്കൂളുകൾ ഈ മാസം 15-ന് ശേഷം വീണ്ടും തുറക്കാം. മാർഗ്ഗരേഖ കേന്ദ്രം പുറത്തിറക്കി. കോവിഡ് പരിശോധനയിൽ രാജ്യം വീണ്ടും മുന്നിലെത്തി. 24 മണിക്കൂറിൽ 11 ലക്ഷത്തോളം പരിശോധനകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. 84,873 പേർ ചികിത്സയിൽ. പുതിയ 75 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് പ്രവർത്തനക്ഷമമാകുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിന് കേന്ദ്രം മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി. ഈ മാസം 15-ന് ശേഷം സ്കൂളുകൾ തുറക്കാൻ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയാണ് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. സ്കൂളുകളിൽ ശാരീരിക അകലം പാലിക്കുകയും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലായ്പ്പോഴും മുഖാവരണം ധരിക്കുകയും വേണം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സ്വന്തം നിലയിൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കാമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് സ്കൂളുകൾ ഉടൻ തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. കോവിഡ് പരിശോധനകളുടെ കാര്യത്തിൽ രാജ്യം വീണ്ടും മുന്നിലെത്തി. ഇതുവരെ 8,11,00,000 പരിശോധനകൾ നടത്തിയ ഇന്ത്യ ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും മുന്നിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 11 ലക്ഷത്തോളം പരിശോധനകളാണ് നടത്തിയത്. രാജ്യത്തെ പരിശോധനാ ശേഷി പ്രതിദിനം 15 ലക്ഷത്തിൽ എത്തിനിൽക്കുകയാണ്. വളരെ ഉയർന്ന തോതിലുള്ള പരിശോധന നേരത്തെ രോഗനിർണയം നടത്താനും ഫലപ്രദമായ ചികിത്സ നൽകുന്നതിനും സഹായിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഉയർന്ന തോതിലുള്ള പരിശോധനകൾ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നുണ്ട്. രാജ്യത്തെ കോവിഡ് മുക്തിനിരക്ക് 84.34% ഉയർന്നതായും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് പരിശോധനയിൽ കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരുടെ നിരക്ക് 13% കുറഞ്ഞു. ഏതാനും ദിവസങ്ങളായി ഇത് 14.6 ആയിരുന്നു. ഇന്നലെ 5042 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവരിൽ 4338 പേർക്കും രോഗം പകർന്നത് സമ്പർക്കം വഴിയാണ്. രോഗ ഉറവിടം അറിയാത്തവരായി 450 പേരുണ്ട്. 110 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് കണ്ടെത്തി. പരിശോധന കുറഞ്ഞതാണ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് സൂചന. ഇന്നലെ 38,696 സാമ്പിൾ പരിശോധനകളാണ് നടത്തിയത്. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ 859 ആയി. ഇനി ചികിത്സയിലുള്ളത് 84,873 പേരാണ്. കോവിഡ് ഭേദമായാലും രോഗലക്ഷണങ്ങൾ നിലനിൽക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മരണനിരക്ക് കുറവാണെന്ന കാരണത്താൽ മഹാമാരിയുടെ സാഹചര്യം നിസ്സാരമായി കാണാനാവില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വ്യാപകമായ ആളുകളിൽ തെറ്റായ ഒരു ധാരണ ഉണ്ടാവുന്നത് കോവിഡ് വന്നിട്ട് പോകട്ടെ എന്നുള്ളതാണ്. മരണശതമാനം കുറവാണ്, അതുകൊണ്ട് എനിക്ക് വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ ഒരു ചിന്തയാണത്. കോവിഡ് മാറിയതിനു ശേഷവും അതിന്റെ കുറെ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന് പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗം വന്നിട്ട് പോകാം എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടാവരുത് എന്നുള്ളത് എല്ലാവരും ഓർക്കുക. കോവിഡ് വ്യാപനത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ധരിക്കുക എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ക്രൗഡിംഗ് ഉള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. പരമാവധി നമ്മൾ ജീവന്റെ വിലയുള്ള ജാഗ്രത പുലർത്തുക. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കോഴിക്കോട് പാളയം മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നോഡൽ ഓഫീസർ ഉത്തരവിട്ടു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുള്ള കച്ചവടക്കാർ, തൊഴിലാളികൾ, പോർട്ടർമാർ എന്നിവർക്ക് മാത്രമാണ് മാർക്കറ്റിൽ പ്രവേശന അനുമതി. ആലപ്പുഴയിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തി. 3 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇത്. തിരുവനന്തപുരം ജില്ലയിൽ 144 പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കളക്ടർ നവജ്യോത് ഖോസ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. നഗരത്തിൽ ആളുകൾ കൂട്ടം കൂടുന്ന ഇടങ്ങൾ സന്ദർശിച്ച കളക്ടർ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 75 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നു. ഇവയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ 19, തിരുവനന്തപുരം 12, മലപ്പുറം 8, പത്തനംതിട്ടയും പാലക്കാടും 6 വീതം, കൊല്ലത്തും കോഴിക്കോട്ടും 5 വീതം, കോട്ടയത്തും എറണാകുളത്തും 4 വീതം, ആലപ്പുഴ 3, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 1 വീതവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് പ്രവർത്തനക്ഷമമാകുന്നത്. കെഎസ്ആർടിസിയുടെ പുതിയ മൊബൈൽ റിസർവേഷൻ ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. യാത്രക്കാർക്ക് മികച്ച സൌകര്യമൊരുക്കുന്ന എന്റെ കെഎസ്ആർടിസി എന്ന ആപ്പിൽ ആധുനിക രീതിയിൽ പണമടവിനുള്ള സൌകര്യങ്ങളുണ്ട്. യാത്രക്കാർക്ക് നിഷ്പ്രയാസം സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ആപ്പ് ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ കാര്യങ്ങളിൽ
സർക്കാർ ഗുരുതര വീഴ്ച വരുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത് അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐഫോൺ വിവാദത്തിന് പിന്നിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കോടിയേരി മാപ്പ് പറയണമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്തെ മൃഗശാലകളുടെ അടിസ്ഥാന സൌകര്യവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ സമഗ്രമായ പദ്ധതി തയ്യാറാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. മൃഗശാലകൾ സന്ദർശിക്കുന്നവരുടെ അനുഭവം മികവുറ്റതാക്കാൻ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇടുക്കി അണക്കെട്ടിൽ 150 മെഗാവാട്ടിന്റെ ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതിക്കും രാമക്കൽമേട്ട് ഗ്രീൻ എനർജി കോറിഡോറിനുമായി 195.50 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ കെഎസ്ഇബിയുടെ ഭരണാനുമതി. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഡാമിന്റെ ഭാഗമായി അഞ്ചുരുളി അയ്യപ്പൻകോവിൽ മേഖലയിൽ ആദ്യഘട്ടത്തിൽ 50 മെഗാവാട്ടിന്റെ ഫ്ളോട്ടിംഗ് സോളാർ ചാനലുകൾ സ്ഥാപിക്കും. അണക്കെട്ടിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഫ്ളോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കുന്നത്. ഇടുക്കി ജലാശയത്തിലെ സൌരോർജ്ജ പദ്ധതിയിൽ നിന്നും രാമക്കൽമെട്ട് കാറ്റാടി സൌരോർജ്ജ പദ്ധതികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ടുപോകുന്നതിനാണ് രാമക്കൽമെട്ട് ഗ്രീൻ എനർജി കൊറിഡോർ പദ്ധതിക്ക് വൈദ്യുതി ബോർഡ് ഭരണാനുമതി നൽകിയത്. രാമക്കൽമെട്ട് ആമപ്പാറയിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി നവംബറിൽ കമ്മീഷൻ ചെയ്യും. ആമപ്പാറയിൽ അനർട്ടിന്റെ ഉടമസ്ഥതയിൽ 147 ഹെക്ടർ ഭൂമിയാണുള്ളത്. ലഹരിമരുന്ന് കടത്തുകേസിലെ പ്രതിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ഇഡിയുടെ ബാംഗ്ലൂർ ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. തൃശൂർ ചിറ്റിലങ്ങാട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി നന്ദന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികൾ തൃശൂർ ജില്ലയിൽ തന്നെ ഉണ്ടെന്ന് കരുതുന്നതായി പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നത് തടയുന്ന ഓപ്പറേഷൻ പി ഹണ്ട് നടപടിയുടെ ഭാഗമായി കൊച്ചി കമ്മീഷണറേറ്റ് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 13 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3 പേരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ കുട്ടനെല്ലൂരിൽ ഡെന്റൽ ഡോക്ടർ സോന കുത്തേറ്റ് മരിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പാവറട്ടി സ്വദേശി മഹേഷാണ് പൂങ്കുന്നത്തുവച്ച് ഇന്ന് പുലർച്ചെ പിടിയിലായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ നവമാധ്യമങ്ങൾ വഴിയുള്ള പണം തട്ടിപ്പ് വ്യാപകമായി. ജില്ലാ പ്രതിനിധി ആർ രവികുമാർ നൽകുന്ന വിവരങ്ങൾ. നവമാധ്യമങ്ങൾ വഴി പണം കടം ചോദിച്ച് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ആലപ്പുഴയിലെ പോലീസിന് ലഭിച്ചത് 10ഓളം പരാതികളാണ്. തട്ടിപ്പിന് ഉപയോഗിച്ച അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ്. പരാതിപ്പെട്ടതിൽ ഏറെയും ഫേസ്ബുക്ക് അക്കൌണ്ട് ഉടമകളാണ്. കൃത്രിമമായി ഉണ്ടാക്കിയ അക്കൌണ്ടുകൾ വഴിയായിരുന്നു തട്ടിപ്പ്. അമ്പലപ്പുഴ നീർക്കുന്ന സ്വദേശിയുടെ മുഖചിത്രം ഉപയോഗിച്ച് വ്യാജ വീഡിയോ ക്ലിപ്പിംഗ് തയ്യാറാക്കി തട്ടിപ്പിന് ശ്രമം നടന്നതായി പരാതിയുണ്ട്. ചെങ്ങന്നൂരിൽ വ്യാജ അക്കൌണ്ട് ഉപയോഗിച്ച് 3 പേരിൽ നിന്നും 15,000 രൂപ തട്ടിയെടുത്തു. ആദ്യം സൌഹൃദ സന്ദേശം അയച്ചുള്ള കുശലാന്വേഷണത്തിന് ശേഷം പണം ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഓൺലൈൻ പണത്തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ജാഗ്രത മാത്രമാണ് പ്രതിവിധിയെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം. അബുദാബിയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മികച്ച വിജയം നേടി. 59 റൺസിനാണ് ബാംഗ്ലൂരിനെ ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തിയത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് കെ ഉഷയുടെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30-ന് എറണാകുളം രവിപുരം ശ്മശാനത്ത് നടക്കും. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 331 പോയിന്റ് ഉയർന്ന് 39,307-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 89 പോയിന്റ് വർദ്ധിച്ച് 11,594-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് സ്കൂളുകൾ ഈ മാസം 15-ന് ശേഷം വീണ്ടും തുറക്കാം. മാർഗരേഖ കേന്ദ്രം പുറത്തിറക്കി. കോവിഡ് പരിശോധനയിൽ രാജ്യം വീണ്ടും മുന്നിലെത്തി. 24 മണിക്കൂറിൽ 11 ലക്ഷത്തോളം പരിശോധനകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. 84,873 പേർ ചികിത്സയിൽ. പുതിയ 75 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് പ്രവർത്തനക്ഷമമാകുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. വാർത്തകൾ ഇനി 12:50-ന്.